കോതമംഗലം പൂയംകുട്ടിയിലെ മണികണ്ഠൻ ചാലിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിനെ കാണാതായി എന്നൊരു വാർത്തയുണ്ട്. മണികണ്ഠൻ ചാൽ സ്വദേശി ബിജുവിനെയാണ് കാണാതായത്. ചപ്പാത്തിലൂടെ നടന്നു പോകുന്നതിനിടെയാണ് ബിജു ഒഴുക്കിൽപ്പെട്ടത്. റിയ ബേബി ചേർന്ന് വിശദവിവരങ്ങളുമായി. റിയ, മണികണ്ഠൻ ചാലിലെ ദുരന്തത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് തവണയായി പറയുന്നതാണ്. മഴ വന്നാൽ അക്കരെ ഇക്കരെയുള്ള സ്ഥലങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതി ആ മേഖലയിലുള്ളത്. ഇതെങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? വിശദാംശം എന്തൊക്കെയാണ് റിയ? മോത്തി, കോതമംഗലം പ്രദേശത്ത് ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണിത്. ഇപ്പോഴും മഴ അവിടെ തുടരുന്നൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ പൂയംകുട്ടി മേഖലയിലൊക്കെ അതിശക്തമായ മഴയായിരുന്നു. ഈ ഒരു സ്ഥലത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ശക്തമായി മഴ തുടർന്നാൽ ഈ ചപ്പാത്ത് വെള്ളത്തിനടിയിലാവുക പതിവാണ്. പൂയംകുട്ടിയും മണികണ്ഠൻ ചാലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്, ഒരു ചപ്പാത്താണ്. അതൊരു കൈവരിയൊന്നും ഇല്ലാത്തൊരു താൽക്കാലിക സംവിധാനമാണ്. ആളുകൾ ഒരു ഊഹം വെച്ചൊക്കെ അതിലൂടെ അധികമൊന്നും ഒഴുക്കില്ലെങ്കിൽ നടന്നു പോകുന്നത് പതിവാണ്. അങ്ങനെ രാവിലെ ജോലിക്കായി പുറത്തേക്ക് ഈ മണികണ്ഠൻ ചാൽ പൂയംകുട്ടി മേഖലയിലേക്ക് വന്നതാണ് ബസ് ഡ്രൈവർ കൂടിയായ ബിജു എന്ന് പറയുന്ന ആൾ. അതിനിടയിലാണ് ഒഴുക്കിൽപ്പെട്ടത്. ബിജുവിനെ കാണാതാവുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പ്രാദേശികമായൊക്കെ തെരച്ചിൽ നടത്തിയെങ്കിൽ പോലും കണ്ടെത്താനായിട്ടില്ല. ഇപ്പോഴും അതിശക്തമായ മഴയും ഒഴുക്കും തുടരുകയാണ്. ഫയർഫോഴ്സിന്റെ സഹായം തേടിയിട്ടുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഏതാണ്ട് 10 മിനിറ്റിനുള്ളിൽ ആ പ്രദേശത്തേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോഴും ആ മേഖലയിലൊക്കെ കനത്ത മഴ തുടരുന്നത് ഈ ഈ തെരച്ചിലിനൊക്കെ വലിയ വെല്ലുവിളിയാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അതിശക്തമായ മഴ പെയ്യുന്നു. അതിനിടയിൽ ഈ ചപ്പാത്തിലൂടെ നടന്നു വരുന്നതിനിടയിലാണ് ബസ് ഡ്രൈവർ കൂടിയായ മണികണ്ഠൻ ചാൽ സ്വദേശിയായ ബിജുവിനെ കാണാതായത്. നാട്ടുകാർ തിരച്ചിൽ നടത്തുന്നുണ്ട്. റിയ, ഈ ചപ്പാത്ത് പൂർണ്ണമായും മുങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണോ നിലവിലുള്ളത്? മോത്തി, ചപ്പാത്ത് പൂർണ്ണമായും മുങ്ങിയിരിക്കുകയാണ്. രാവിലത്തേക്കാൾ കൂടുതൽ വെള്ളം ഇപ്പോൾ ഉയർന്നു പൊങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾക്ക് ഈ തെരച്ചിൽ നടത്തുന്നതിനൊക്കെ വലിയ പരിമിതിയുണ്ട്. സാധാരണ ഇങ്ങനെ ചപ്പാത്ത് മുങ്ങുമ്പോൾ 2 ഊരിലെയും ആളുകൾ അവിടെ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയാണ്. പിന്നീട് അവർക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ എത്തിക്കുക പോലും വളരെ പ്രയാസകരമായ സാഹചര്യമാണ്. രാവിലെ അത്ര ഒഴുക്കില്ലായിരുന്നു എന്നതാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. ചപ്പാത്ത് മുങ്ങിയിരുന്നു. പക്ഷേ ചിലപ്പോഴൊക്കെ ആളുകൾ ജോലിക്കൊക്കെ പോകുന്നതിനായി അതിലൂടെ ഏതാണ്ട് സ്ഥിരമായി പോകുന്ന വഴിയാണല്ലോ, അപ്പോൾ അത് നടന്നു വരാറുണ്ട്. അത്രയും ശക്തമായ ഒഴുക്കുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഒരു സുരക്ഷിതമായ സാഹചര്യമായിരുന്നില്ല. അങ്ങനെ നടന്നു വരുന്നതിനിടയിലാണ് ഈ ബിജു ഒഴുക്കിൽപ്പെടുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ആർക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ കഴിയാത്ത വിധം മണികണ്ഠൻ ചാല് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. 2 ഊരുകൾ ഇതിനപ്പുറത്താണ് ഉള്ളത്. ആളുകളൊക്കെ അവിടെ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. അതിനിടയിലാണ് ഈ സങ്കടകരമായ വാർത്ത കൂടി വരുന്നത്. മണികണ്ഠൻ ചാൽ സ്വദേശിയായ ബസ് ഡ്രൈവർ കൂടിയായ ബിജുവിനെയാണ് രാവിലെ 6:30യോടെ ഈ ചപ്പാത്തിലൂടെ നടന്നു വരുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്.